717. അപ്പോൾ നമ്മൾ പോവാണ് മക്കളെ. നമ്മൾ എന്താ പറയുക, കുറേ പരിപാടികളുണ്ട്. ഇപ്പോൾ പ്രസന്റ്ലി തിരൂർക്ക് പോകണം. ഞാൻ വന്നിട്ട് ഇപ്പോൾ 4 ദിവസമായി. ഇൻഷാ അല്ലാഹ് എന്നിട്ട് ഞാൻ അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കും, ഇങ്ങനെ ഇരുന്നിട്ടൊന്നും കാര്യമില്ല. 4 സാധനങ്ങൾ നാട്ടുകാരോട് എന്തെങ്കിലുമൊക്കെ പറയുകയാണെങ്കിൽ അതേ ഒരു കാര്യമായിരുന്നു. യൂറിക് ആസിഡ് അത് വേറെ കാര്യം. യൂറിക് ആസിഡ് വന്നിട്ട് ആകെ സീന് 10.4 ആകെ വേദനയോട് വേദന. 16 കിലോ കുറഞ്ഞ് ഒരു വർഷം ഒരു മാസം. ഫോൺ എടുത്തില്ല എല്ലാവരും ഫോൺ എടുത്തിക്കണം. ഷിയാന എങ്ങോട്ടാ പോണ്ടിയേ? എന്തിനാ? ഷിയാന അമ്മ റേഷൻ പീടിയൊക്കെ കയറാൻ മതിയെന്ന്. അതിന്റെ കണക്ടർ കറക്റ്റ് ആണോ നോക്കട്ടെ. ഹലോ പറഞ്ഞ ഹലോ എന്നോടല്ല ഷീങ്കാനോട്. ഹലോ ഞാൻ പറയട്ടെ. ഹലോ ഹലോ. ആ കറക്റ്റാ. അപ്പോൾ നമ്മൾ യാത്ര തുടങ്ങണം. നൗഷാദിനെ കാണിച്ചു കൊടുക്കട്ടെ ചേച്ചി. നമ്മളെ അണശ്ശേരിത്തെ അണശ്ശേരി മോൾ തന്നെയാണ്. മോളിന്റെ പേര് ഞാൻ പറഞ്ഞെടുക്കല്ലേ ഇവിടെ. അണ്ണശ്ശേരിയിലുണ്ടോ 2 ഡെന്റൽ ക്ലിനിക്ക്. കളിയാ ഞാൻ പറഞ്ഞു ആൾക്കാർ വരുന്നുണ്ടോ. ഞാൻ അതല്ലോടോ ഈ ഡെന്റൽ ക്ലിനിക്കൊക്കെ ഇടുമ്പോൾ ഡോക്ടർമാർ സംഭവം ഉള്ളേരിയയിൽ ഇടുന്നത് നല്ലതാണ്. പക്ഷെ എന്നാൽ ഈ നമ്മളെ ഈ നാട്ടും പുറത്തെ ആൾക്കാർ എങ്ങനെയാ വെച്ചാൽ ഫേമസ് ഡോക്ടർ ആവണം അല്ലേ. ഫേമസ് ഡോക്ടർ ആയാലേ വരുള്ളൂ. ഇനിയിപ്പോൾ എത്ര പാവപ്പെട്ടവനായാലും പൈസക്കാരനായാലും ടൗണിലേക്കേ പോവുള്ളൂ. ഉള്ളിലുള്ള ക്ലിനിക്കിൽ വരില്ല. ഇവർക്ക് എന്ന് പറഞ്ഞാൽ ഈ മിനിമം ഇതൊക്കെ ഇപ്പോൾ പഠിച്ച BDS ഡോക്ടേഴ്സ് ആവും. ഇപ്പോൾ പഠിച്ചിറങ്ങിയ എങ്ങനെയെങ്കിലും ക്ലിനിക്ക് ഇട്ടുങ്ങാണ്ട് ഒന്ന് സെറ്റ് ആവണമെന്ന് വിചാരിക്കണേ. പക്ഷേ എന്താ വെച്ചാൽ ഈ ഉള്ളേരിയയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ തിങ്ങളെ കാര്യം കട്ടപ്പോക്കെ. നമ്മൾ വിചാരിക്കും ഡോക്ടർമാർ ഭയങ്കര സംഭവമാണ്, ഡോക്ടറായ ഇഷ്ടം പോലെ പൈസയാണ്, അങ്ങോട്ടാണ്. ഈ തിങ്ങൾ എനിക്ക് ഓർമ്മ ഉണ്ട്, ഞാൻ ഫാർമസി വർക്ക് ചെയ്തിരുന്ന സമയത്ത് ഒരു ഡോക്ടർ അവിടെ കൊടുന്നാക്കാൻ വേണ്ടിയിട്ട് ഒരു ഏജന്റ് ഉണ്ട്. അയാൾ ഇന്നേറ്റ് വന്ന് സംസാരിച്ചത്, ഇന്നേറ്റ് ഇവരെ ശരിയാക്കാനായിട്ട് സംസാരിച്ചത് എങ്ങനെയാ വെച്ചാൽ, ഡോക്ടർ നിങ്ങൾക്ക് വരും, ഡോക്ടറുടെ ഫീസ് 250 രൂപ. നിങ്ങളെ ഫീസ് നിങ്ങൾക്ക് അതിൽ ഫീസ് അഡീഷണൽ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഫീസ് പറഞ്ഞോളി. പിന്നെ അതിൻ്റെ പുറമെ എല്ലാ ടെസ്റ്റിനും ഡോക്ടർ എഴുതുന്ന ടെസ്റ്റിന് 25% ഡോക്ടർക്ക് കമ്മീഷൻ. മനസ്സിലായ? അപ്പോൾ ഡോക്ടർ ടെസ്റ്റ് എഴുതും. അതായത് മെഡിക്കൽ ടെസ്റ്റുകൾ ഇഷ്ടംപോലെ എഴുതും. അപ്പോൾ ഡോക്ടർക്ക് അങ്ങനെ വരാം. അപ്പോൾ ഇതാണ് ഇവരെ കഷ്ടപ്പാടാണ്. ഇവർ ഈ ലോൺ എടുത്തിട്ടോ ആക്കിയിട്ടും പിടിച്ചിട്ടൊക്കെയാണ് ഈ പഠിച്ച് വരുന്നത്. അപ്പോൾ ഇറ്റിങ്ങൾക്ക് ഇത് എഴുതിയേ പറ്റൂ. ഇങ്ങനെ എഴുതി ഇങ്ങനെ ആ ലോണും കാര്യങ്ങളും ഇപ്പോൾ ഏത് വളയില് അഡിബാസിന്റെ ഷൂ ആണ് തുന്നാൻ പോണു. എന്നിട്ട് ജോറി അപ്പോൾ ഈ ആലത്തൂര് അന്നശ്ശേരി അല്ലെങ്കിൽ ഈ ഭാഗത്തുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അല്ലേ തോന്നിക്കാണ്ടെങ്കിൽ നല്ല ഏരിയ ആണ്. അഫോർഡബിൾ റേറ്റ്. പക്ഷെ കുറച്ച കളിപ്പാണെങ്കിൽ ആള് ഡീസന്റ്. നമ്മൾ ആവശ്യത്തിനുള്ള നടക്കുന്നുണ്ട്. എന്റെ കാര്യത്തുള്ളൂ കുറച്ച കളിപ്പാണ് ആള്. ബ്ലോക്ക് കുറവാ. സ്കൂളിന്ന് വിട്ട് നോക്കണോ? അപ്പൊ അല്ലടാ 4:15 സ്കൂൾ. എത്ര മണിക്കാ അപ്പൊ സ്കൂൾ വിടുക? 4:45. ബസ് 5 മണി കഴിയും. വിജയബേരിന്റെ പിള്ളേരുണ്ടാവും. ഓ വിജയബേരി എന്ന് പറഞ്ഞാൽ ഈ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളല്ലേ? ഓരോരും കൂടി വിട്ടാലാണ് ബസ്സൊക്കെ എടുക്കുള്ളൂ. പക്ഷെ ഇത് ബ്ലോക്ക് കുറവാണ്. പ്രാന്തവടാ. ഈ യുസ്റ്റേല് വളരെ സംഭവം വില കുറവാണെങ്കിലും സ്റ്റാൻഡേർഡ് സാധനം ഇല്ലാന്ന് പറഞ്ഞേക്കാം. ക്വാളിറ്റി കുറവാണ്. സത്യാണ്. എല്ലാ സാധനവും ഉണ്ട്. 2 അലക്കിയ അത് പിന്നെ ഇജ്ജ് ഡെയിലി അലക്കിയതാന്ന് പറഞ്ഞു എന്നോട്. അതുകൊണ്ട് പോയതാന്ന് പറഞ്ഞു. സംഭവം ശരി തന്നെ. അവനൊന്ന് പുതിയ വാങ്ങി അങ്ങനെയാണ്. പിന്നെ അത് തന്നെ ഇട്ടു 2 ആഴ്ചക്ക് കണ്ടിന്യൂസ് ആയിട്ട്. പിന്നെ കളർ പോയില്ല. യൂസിന് കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? അത് മാത്രല്ല
അങ്ങനെയല്ലല്ലോ ഇവൻ അതിന് ഓരോ ദിവസം അയച്ചിട്ട് കണ്ടാ തീരുമാനം കൊടുക്കും. ആരെങ്കിലും ജീൻസ് പാന്റ് അയച്ചു ഒരു ദിവസം അയച്ചിട്ടോ. പക്ഷെ എന്റെ അഭിപ്രായത്തില് പൊതുവെ എല്ലാരും യൂസ് ചെയ്യുന്നത് ജീൻസ് ഒരാഴ്ചക്ക് ഓരോരുത്തർ ഇട്ടും. എന്ത് നാറ്റുണ്ടാവും. ഞാനൊരാഴ്ച ഒരാഴ്ച ഞാൻ ഒരാഴ്ച മോട്ടോഴ്സിൽ പണിക്കുന്ന എന്നൊരു ഒരാഴ്ച എങ്ങനെ ഒരു ജീൻസ് കൊണ്ടെടുക്കുക? ജീൻസ് ഇങ്ങനെ പോകുമ്പോ ജീൻസ് മണണ്ടല്ലോ. ഇതിപ്പോ ഇത് 4 ദിവസമായി. അല്ല ഞാൻ ചോദിക്കണേ, നല്ല മണം. ഞാൻ ചോദിക്കാൻ എന്താ വെച്ചാല് ഇജ് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി നടക്കല്ലേ പുറത്ത്. അപ്പൊ കൊറേ പൊടിയും കേറി പിന്നെ നമ്മള് ചൂടെടുത്ത് വേർക്കണതും. നിങ്ങൾക്ക് ഭ്രാന്തായിട്ട് നിങ്ങൾ ഇവിടെ ഉള്ള ആൾക്കാരോട് ഇപ്പുറത്തെ എക്സിക്യൂട്ടീവ്സിനോട് ചോദിക്കി ആരെങ്കിലും 4 ദിവസത്തിന്റെ കൂടുതൽ ഒരാഴ്ച 4 ദിവസമായി അല്ല ഐ മീൻ അങ്ങനെ 4 ദിവസം മിനിമം എന്തായാലും ഒരു ബ്രാൻഡ് ഉണ്ടല്ലേ ഫുൾ ടാങ്ക്. എന്ത് തൊള്ള 3 വട്ടണ്ടോ? നമ്മള് 3 വട്ടക്കും ഫുൾ ടാങ്ക് കയറി. നമ്മള് സാധാരണ നമ്മളത് പിന്നലാ. ഇതിപ്പോ 3 വട്ടല്ലോടോ. അതിനൊരു കാര്യം. എടാ ഇവിടെ ബിൽഡിംഗ് വന്നാൻ പോവാ. ഇവിടെ ഒരു വീട് ഉണ്ടായിരുന്നല്ല. പെട്രോൾ പമ്പ് വരാൻ പോവാണ്. ആണ് അതാ പെട്രോൾ പമ്പിന്റെ ഇത് അടി വെക്കുന്ന ടാങ്ക്. ഓഡിയൻസ് വിചാരിക്കണ്ടേ ഒന്നുമില്ല. അപ്പൊ ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണ് ദുബായിന്ന് വരുന്നത്. അപ്പൊ അതിന്റെ ഒരു നല്ല പുതുമ ഉണ്ട്. ഓന്റെ വർത്താനം കേട്ട വിചാരിക്കും അവിടെ ജനിച്ചു വളർന്നൊക്കെ. അല്ല പക്ഷെ എന്താ വെച്ചാല് ഒരു വർഷത്തെ ഒരു വർഷം 1 മാസം 3 ദിവസം സല്യൂട്ട്. അത് എന്താണ് ഇത് വൈറലായിരുന്നല്ലോ. എന്താണ് ഈ പാട്ട് പാടിയത് പിള്ളേര് ഇങ്ങനെ പോകുമ്പോ ഇങ്ങനെ ഓരോരോ കട വെച്ചിങ്ങാണ്ട് ഇങ്ങനെ പാടി അത് ഭയങ്കര വൈറലായിരുന്നു. രാത്രി ഒരു വർഷം പിള്ളേര് ഇതാണ് ഞമ്മളെ വീവറേജ് എന്നൊക്കെ പറഞ്ഞ അങ്ങനെ പാടി ഇങ്ങനെ പോയിന്നുള്ളത്. അല്ല തിരൂർക്ക് ഇറങ്ങിയതാ രാത്രി ഇതായി നല്ല കത്തിന്ന്. ഇത് ഞാൻ പോകുമ്പോ തന്നെ ഉണ്ട് ടാറ്റ ഉണ്ടായിരുന്നില്ല. ടാറ്റ അല്ല ഫോർഡാണല്ലേ പൂട്ടിയത്. ഫോർഡ് പൂട്ടിന്ന് പറഞ്ഞിട്ട് എവിടെ ഫോർഡ് പൂട്ടിന്ന് പറഞ്ഞിട്ട് ഫോളോ ചെയ്താലല്ലേ പറച്ചിലിട്ട് വിചാരിക്കും വലിയ എന്തോ ഷോപ്പിങ്ങിന് പോലെ 2 പമ്പസ് വാങ്ങാനാ പോണ്. അതിന്റെ കാര്യത്തിൽ അടിയിലാവൂലേ പാർക്കിങ്. പാവാണ് ഇവരൊന്നും ഇതാക്കിയത്. പക്ഷെ ചില ആൾക്കാരൊക്കെ ഈ ചിലവര് ഭയങ്കര അഹങ്കാരത്തോടുള്ള കാട്ടിക്കൂട്ടലുണ്ട്. അതൊക്കെ തീരെ പറ്റില്ല. അപ്പൊ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇട്ടുകൊടുത്താൽ മതി. അഹങ്കാരികൾ നമുക്ക് വലിയ ദുബായിന് വന്നിട്ട് ചെങ്ങായ തോന്നിയ പോലെ അങ്ങോട്ട് ഇറക്കണം ഇങ്ങോട്ട് ഇറക്കുന്നല്ല. ഒരു വരണ്ട് വരച്ചിരിക്കണതാ മഞ്ഞ കളറില്. ആ ചെങ്ങായിനെ പിടിച്ചുപോയി. ഫ്ലാറ്റ് ആയിട്ടുള്ള സർഫേസിൽ എങ്ങനെ എത്ര കുളിക്കുന്നു അയാളെന്നെ വിചാരിച്ചു ഇത് എവിടുന്ന വന്നത്. ഞാൻ ഇതാടോ കൊടുത്തിട്ട് ഇത് ആൽത്തൂര് അല്ലല്ല വെറുതെ അപ്ലോഡ് ചെയ്യാടോ. ഇത് എന്താണ് ഇങ്ങനെ അതൊന്നും എടുത്തോ ഏത് അല്ല വേണ്ട ഇവിടെ നിജാസ ഞാൻ പറഞ്ഞില്ലേ ദുബായിൽ നമ്മളെ ദുബായിൽ പറഞ്ഞാല് മാളുകളിൽ നെസ്റ്റോ ദുബായ് തള്ളു തുടങ്ങി. അല്ല ഫുജേറ തള്ളല്ല ഉള്ളത് പറയാണ്. ഫുജേറയില് നെസ്റ്റോ ഉണ്ട്, ലുലു ഉണ്ട്, പിന്നെയും വേറെ കുറെ ഉണ്ട്. ഷർഫ് DJ എന്നൊക്കെ പറഞ്ഞാണ്ട് കുറെ ഉണ്ട്. പക്ഷെ ഉണ്ടല്ലോ ഈ എന്താ പറയാ ഇതാ സ്നഗ്ഗി ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഡയപ്പറാണ് എന്ന് പറഞ്ഞേക്കാം. എനിക്കറിയില്ല കേട്ടോ. ഈ പെണ്ണുങ്ങൾക്ക് അറിയുള്ളൂ ഇതിനെ പറ്റിയിട്ട്. നമുക്കറിയില്ല. ഡ്രീം കേക്കാ വാവ്. എടാ ഇവിടെ ഫുഡ് കൗണ്ടർ ഉണ്ടല്ലേ അവിടെ അതേമാതിരി ഫുഡ് കൗണ്ടർ ഉണ്ട്. നല്ല രസമാണ്. നല്ല വിലയല്ലോടോ. 199 ഉറുപ്പ്യ. ഒന്ന് പോരെ ഇപ്പൊ വാങ്ങി ഇരട്ടി വാങ്ങാം. അതേത് വാങ്ങല്? ഒന്ന് പോരെ ഒന്നതി ഡ്രീം കേക്കിൽ ആഡി സെയിൽ എടുക്കാണ്. ഇപ്പൊ വാങ്ങി ഇരട്ടി വാങ്ങാം.
ഒന്ന് മതിയില്ലേ? ഒന്നതി ഇതെന്തിനകത്ത് കുറേ എണ്ണം? ഇതൊക്കെ നമ്മൾ ആവശ്യത്തിലല്ലേ തിന്നണ്ടേ? ആ ഇഷ്ട ആ ഒരു ടേസ്റ്റ് അറിയാൻ കഴിച്ചില്ലല്ലേ? ഇത് തിന്നില്ല. ആ കൊറേ തിന്നിന്നല്ല ആയ കാലത്ത്. അല്ല ഇവിടുത്തെ കഴിഞ്ഞില്ലേ? ഇനി പോവാ. ആ പോവാ കഴിഞ്ഞ് വാ ഇവിടെ മീന. വേറെ എന്തെങ്കിലും വേണോ? അതോടെ പിള്ളേരൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. 400 വേണോ? വണ്ടി അവിടെ 20 ഉള്ളൂ. ഈ ചെങ്ങായി മേലാക്ക് പൂജ പോരുത്. വളരെ ചീപ്പാണ് അവിടെ. പട ഇമ്മ വില എല്ലാത്തിനും വടപ്പിച്ച്. ഞാൻ അങ്ങോട്ട് പോവാൻ നിൽക്കണം എല്ലാവരും ഏറ്റവും. ഇവിടെ നാട് ശരിയില്ല എന്നാ പറഞ്ഞത്. ഇത് കാണുന്ന ആൾക്കാരോട് ചോദിക്കാനുള്ളത്, നിങ്ങളെ കൂട്ടത്തിലുണ്ടോ ഇതേമാതിരി ഒന്ന് ദുബായിൽ 1 or 6 മാസം, ചിലപ്പോൾ വിസിറ്റിങ്ങിന് 3 മാസം പോയി വന്നിട്ടുണ്ടാവുള്ളൂ. പിന്നെ വർത്താനം കേട്ടേ വിചാരിക്കും അവിടെ ജനിച്ച് വളർന്നതെന്ന്. ശീലായി പോയില്ലടാ. കുഴപ്പമൊന്നുമില്ല, തിരക്കുണ്ടില്ല ഇവിടെ. ദുബായിത്തെ മാതിരിയല്ല, ഇതിനെക്കാട്ടും തിരക്കാ. ദുബായിൽ നല്ല തിരക്കാം. ദുബായിൽ എപ്പോഴും പറഞ്ഞാൽ ഉച്ചക്കും വൈകുന്നേരം രാത്രി. വീക്കെൻഡ് ആണെങ്കിൽ പറയണ്ട. ദുബായിന്റെ ഒന്ന് നിർത്തുവോ? നമ്മള് ദുബായിക്കാരനല്ലേ. അപ്പൊ ദുബായിന്റെ കാര്യങ്ങളല്ലേ പറയുന്നത്. ഞാൻ ഇന്നെ കണ്ട ദുബായിക്കാരനെന്നറിയില്ല. എനിക്ക് തോന്നുന്നത് നമ്മള് ആ മറ്റേ കന്തൂറിട്ട് ഇറങ്ങണം, അപ്പൊ അറിയാം. കന്തൂറിട്ട് ഇറങ്ങിയപ്പോ എനിക്ക് നമ്മളൊരു പുച്ഛോ. നേരെ മറിച്ച് മോനെ ഞാൻ ആബിന്റെ അവിടെ വീട്ടിലിട്ട് ഇറങ്ങിയത്. ആബിന്റെ ഓഫീസിലേക്ക് അങ്ങോട്ട് പോയപ്പോ അവിടുത്തെ ചെങ്ങായി വിചാരിച്ചിക്കണ് അറബി നിക്കണെന്ന്. അപ്പൊ അല്ലെങ്കിൽ അറബികളൊക്കെ കാട്ടറബികളെ തന്നെയാണ്. അവിടെ ലൈസൻസ് കിട്ടിയല്ലേ? ആരവിടെ ലൈസൻസ് ഇല്ലല്ലോ അവിടെ. പോലീസ് ഡയറക്റ്റ് പോലീസാണ് അവിടെ. പോലീസുകാരാണ് നമ്മളപ്പം ഇരിക്കാം. വീഡിയോ ഒന്നും പറയണ്ട. അന്റെ അടുത്ത പേര് എന്താ ഷേനെ? ഇനി റിവേഴ്സ് എടുത്ത് പോവല്ലേ? ഇവിടെ വഴിയുണ്ട്, അതിനായിട്ടുള്ള വഴിയുണ്ട്. അവർ വരച്ച് വെച്ചിക്കണ്. ദുബായിന്ന് വന്നിട്ട് ഇപ്പൊ എന്തെങ്കിലും മേടിച്ചു കൊറേ തൊള്ളന്ന് ഒരുപാട് തൊള്ള. ഞാൻ ശരിക്കും വിചാരിക്കാൻ ഒരു കൊല്ലം പോയപ്പോ ശരിക്കും ചവർന്ന് വന്ന ആളാണെങ്കിലോ ആയിരുന്നു. അത് വാങ്ങിയവര് ഇതായി പിയാൻകോന്റെ അല്ലല്ലോ. അല്ലായിരുന്നു. അവര് പാർക്കിങ്ങിന് വേണ്ടി മുമ്പ് എടുത്തിരുന്നു. അത് വാങ്ങിച്ചില്ലേ? നെക്സ്റ്റോ കോഴിക്കോടായിരുന്നാണ്. കോഴിക്കോട് കണ്ണൂരേറ്റുള്ള ആളതാണ്. അല്ല നമ്മളെ പരിപാടി അടുത്ത എന്താ പറയുക? സ്റ്റഡി UK. ഓഫായി തീരുമാനമായില്ലേ? വിട്ടോ ഓറഞ്ചാണ്. നല്ല തന്നെ ദുബായിന്ന് വന്നിക്കണ്. അല്ല ഞാൻ അവിടുത്തെ ഡ്രൈവിങ് ഇവിടുത്തെ മാതിരിയല്ല. അവിടെ ഭയങ്കര സ്ട്രിക്റ്റ് റൂൾസ് ഫോളോ ചെയ്യണം. അവിടെ ചോപ്പ് കത്തിക്കാണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ 3000 ദിറംസാണ് ഫൈന്. 3000 ദിറംസ് എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയായി അറിയോ? അതിന്റെ ശീലം 10,000 10,60,000 70,000 റുപ്യായി. ഇവിടെ അങ്ങനല്ല. ഇവിടെ ഓറഞ്ച് എത്തുമ്പോ നമ്മൾ ഒന്നും കൂടി ഒന്ന് ചവിട്ടും ആക്സിലേറ്റർ. അവിടെ ആ ഓറഞ്ച് എത്തുമ്പോ എല്ലാം ചിലപ്പം കഴിച്ചിലായി പോവും, പറയാൻ പറ്റൂലേ. നമ്മളെന്തിനാ വെറുതെ നമ്മള് റിസ്ക് എടുക്കില്ല അവിടെ. പേടിയാണ്. അല്ല എന്റെ സെലിം കാക്ക അതെന്താ അറിയാം, നമ്മളെ പഴയ സ്ഥാപനമാണോ മൈമ മെഡിക്കൽസ്. നമ്മള് കുറേ കാലം അവിടെ പൂണ്ട് വിളയാടിയതാ. കൊറോണ കാലഘട്ടങ്ങളിലൊക്കെ അവിടെയായിരുന്നു. നമ്മള് കുറെ ആധുനിക സേവനങ്ങളൊക്കെ. ഇവിടുത്തെ ഈ ബ്ലോക്ക് സമയം എത്ര? സമയം 5 മണി. ട്രാഫിക് തുടങ്ങിയിട്ടില്ല. ഇവിടെ വരാൻ നിക്കാണ്. തടങ്ങി കഴിഞ്ഞാല് ആകെ പ്രശ്നമാണ്. ശരിയാണ്, തുടങ്ങി കഴിഞ്ഞാല് ആകെ പ്രശ്നമാണ് ചെയ്യാൻ. ഇതേമാതിരി മൂട്ടിലാക്കൂല അവിടെ. ഇവിടെ മാത്രമുള്ള അങ്ങനെ സത്യം. ഇതേമാതിരി ഇങ്ങനെ ഒന്നും വരില്ല. നമ്മളെ ഇന്ത്യന്റെ ഡ്രൈവിംഗ് സ്കിൽ തന്നെ വേറെ തന്നെ. പെയിന്റ് അടിച്ച് കൊടുത്തിട്ടുള്ളൂ വണ്ടി മൊത്തം. എപ്പോഴും എന്തിനവിടെ ഇതുണ്ട്, ഫുൾ പെയിന്റ്. എന്തിട്ട് ഇയാള് വലാക്കിയാണ്ട് ചെങ്ങായി. ആര്? ഞാനൊരു പണിക്കാരനാ. ഇപ്പൊ വണ്ടി ഇട്ടിച്ചല്ല ഇറങ്ങില്ലേ? അതെവിടെ? അത് എന്നെ വിളിക്കാൻ വന്നിട്ട് പറയുമ്പോ അതും പറഞ്ഞു നമ്മളടുത്ത് തട്ടിപ്പോയി.
എന്നിട്ട് bonnet അല്ലെങ്കിൽ മാറ്റുള്ളൂ. ഈ മൂട്ടിയില് പിടിച്ച അങ്ങനെ തന്നെ അല്ലേ? ആ അത് ഇതിപ്പോ പറഞ്ഞിട്ടുള്ളൂ കാര്യം. മൂട്ടി പിടിക്കരുത്, വലിയ വണ്ടികളൊന്നും മൂട്ടി പിടിച്ചാ പോട്ടെ, ആ വണ്ടി എടുക്കണ മുമ്പ് അതിന്റെ മുമ്പത്തെ വണ്ടി എടുക്കണ കണ്ടിട്ട് ഓടിക്കണം അങ്ങോട്ട്. സൂപ്പർ അങ്ങോട്ട് ഇറങ്ങും ചെയ്ത്. സൂപ്പർ ഡ്രൈവർ. അനക്കാരുടെ ലൈസൻസ് ഒന്ന് മതി ഒഴിവാക്കി. അല്ലല്ല ഒഴിവാക്കിയല്ല, ഉള്ളമാതിരി പറയട്ടെ. ആക്കെ പോയി പെയിന്റ് അടിക്കാൻ കൊടുത്ത് ഞാൻ ഒരു ചെങ്ങനോട് ചോദിച്ചു ഇത് പെയിന്റ് അടിക്കാൻ പറ്റുമെന്ന്. ഇതെന്ത് ഇത് ചില്ലറ പണിയല്ലേ ഉള്ളൂ ഒരു ചെങ്ങായി കൊണ്ടേതാ. 1.5 മാസം പിടിച്ചില്ലേ? പിന്നെ ഒരു 1.5 മാസം? 1.5 അല്ല, 1 മാസം. അപ്പൊ എന്ത് നിങ്ങൾ കാട്ടിന്ന്? ഇയാള് വലാക്കിങ്ങാണ്ട് അയാൾ പറഞ്ഞു ഇവിടെ ഇരുന്നോളി.